മുല്ലപ്പെരിയാർ ഇരിക്കുന്ന സ്ഥലം പിന്നീട് നമ്മൾ ഭൂകമ്പം മാപിനി വെച്ച് നോക്കിയപ്പോൾ അവിടെ 4 or 5 പ്രാവശ്യം ലൈറ്റ് ട്രമർ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഭൂകമ്പം സാധ്യതയുള്ള കേരളത്തിലെ മേഖലയിലാണ് ആ ഡാം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ആ ഡാം സുർക്കി മോട്ടോർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം. ആ ട്രമർ 3 or 4 പ്രാവശ്യം അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റിലുണ്ട്. ഒരു ട്രമർ ഒരല്പം ഇൻറ്റൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനെല്ലാം താങ്ങിക്കൊണ്ട് ആ ഡാം അവിടെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സുർക്കി മോട്ടോർ കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമിന് ചെറിയ ഒരു ട്രമർ പോലും താങ്ങാനുള്ള ശേഷിയില്ല എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം അങ്ങനെ ഇരിക്കുന്നു, അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം ഉടൻ തന്നെ ഒരു 7-8 വർഷം മുമ്പ് നമ്മുടെ ഗവൺമെൻറ്, അന്നത്തെ ഗവൺമെൻറ് ഒരു ചെറിയൊരു വിഷയം കൈക്കൊണ്ടിരുന്നു. പകരം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഒരു പക്കാ ഡാം കൺസ്ട്രക്ട് ചെയ്ത് അവിടെ പിന്നെ തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കണം. തമിഴ്നാട് ദേ ഡിസർവ് ഇറ്റ്. അവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയാണ് കഴിച്ചാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് ദേ ഡിസർവ് ഇറ്റ്, അത് കൊടുക്കേണ്ടതാണ്. അപ്പം തന്നെ അതിന് ഒരു വിഘാതവും വരാതെ അവർ പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമല്ല, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ്. അനിവാര്യതയാണ്. അതെ, ജനത്തിൻ്റെ. അപ്പം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പുതിയൊരു ഡാം പണിയണമെങ്കിൽ അത് എത്ര വർഷം എടുക്കും? അത്രയും കാലം കൂടി സർവൈവ് ചെയ്യാൻ ഈ പറയപ്പെടുന്ന ഡാമിന് സാധിക്കുമോ? പുതിയ ഡാം പണിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അറിയാം, ഡാം എന്ന് പറയുമ്പോൾ വലിയ പൈലിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അത് പഴയ ഡാമിൻ്റെ ബലത്തെ ബാധിക്കില്ലേ? ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ആര് മുടക്കും? കേന്ദ്രം മുടക്കുമോ, കേരളം മുടക്കുമോ, അതോ തമിഴ്നാട് മുടക്കണമോ? നമുക്കിപ്പോൾ തമിഴ്നാടിൻ്റെ നമ്മൾ ഫണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഇതിന് മുകളിലാണ്. എന്നാലും പറയാം, തമിഴ്നാട് സന്തോഷത്തോടു കൂടി അവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിലെ പങ്കാളികളാവുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് പ്ലാൻ ഫണ്ട് നമുക്കതിനെ അനുവദിച്ചു വാങ്ങിക്കാം. ഒരു സ്ഥലത്തൊരു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പകരം ഡാം കെട്ടണമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് പ്ലാൻ ഫണ്ട് കിട്ടും. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഒരു ഇന്നത്തെ ടെക്നോളജിയൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ 3 or 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തരത്തിലേക്ക് ടെക്നോളജി വളർന്നിരിക്കുന്നു. ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു ട്രമർ വന്നാൽ പോലും, ഒരു ഭൂകമ്പം, ഒരു ചെറിയ പ്രകമ്പനം വന്നാൽ പോലും പൊട്ടാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ആ വിദ്യ സാധ്യമാണ്. 4 വർഷം കൊണ്ട് സാധ്യമാണ്. പക്ഷേ അതേ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കാവിള വരെയുള്ള കരമന മുതലുള്ള 4 വരി പാത 20-22 വർഷമായി ബാലരാമപുരത്ത് നിന്ന് കിതച്ച് നിൽക്കണം. അങ്ങനെ ആയിപ്പോവരുത്. അതും വികസനമാണ്. ഇത് ഒരു അത്യാവശ്യ ഒരു കാര്യമാണ്. പക്ഷേ ഇത് കേരളത്തിനും തമിഴ്നാടിനും കേന്ദ്രം ഭരിക്കുന്നവർക്കും രാഷ്ട്രീയ ആയുധമാണ് മുല്ലപ്പെരിയാർ. ഇതിന് രാഷ്ട്രീയ ആയുധമായി കാണരുത്. ഒരു റിക്വസ്റ്റാണ്. നിലവിൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കേരളത്തിലെ കുറേ ആൾക്കാർ പൊളിറ്റിക്കലി ഒരു അജിറ്റേഷൻ അവരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു കാര്യം കാണരുത്. പക്ഷേ സത്യമായിട്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഞാനത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതൊരു കേടുണ്ടാവോ എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ നാടിന് വേണ്ടി ചിന്തിക്കുക, ജനത്തിന് വേണ്ടി ചിന്തിക്കുക. ഞാൻ സിമ്പിളായിട്ട് പറയാം, എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ക്ഷേത്രം പൊളിച്ച് മസ്ജിദ് പണിഞ്ഞെന്നും പിന്നീട് മസ്ജിദ് പൊളിച്ചിട്ട് അത് കേസിൽപ്പെട്ടെന്നും ആ കേസിൽ നിന്ന് ഊരിയെടുത്ത് അവിടെ വീണ്ടും രാമക്ഷേത്രം പണിഞ്ഞ ഒരു വലിയ സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമുക്കിപ്പോൾ രാമക്ഷേത്ര വിഷയം ഇതിൽ നിന്ന് ഒരല്പം മാറ്റിവെക്കാം. പക്ഷേ നമ്മളിപ്പോൾ നോക്കേണ്ടത് ജനത്തിൻ്റെ ജീവനും സ്വത്തിനും പ്രാഥമിക പരിഗണന കൊടുക്കണം. അത് ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും അതിനിവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റണം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, പരിസ്ഥിതി അതിലോല പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും പറ്റും.
മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. വളരെ ഡേഞ്ചറസ് സോണിലിരിക്കുന്ന ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത്. ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവർ മാറും, അതിന് യാതൊരു സംശയമില്ല. അതുപോലെ അങ്ങനെയുള്ള സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, ചെയ്തേ തീരൂ, അതിന് ഒരു മാറ്റവും ഇല്ല. ഈ മെഷേഴ്സ്, അതായത് നമ്മളവിടെ എന്ത് മെഷേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാതെ എല്ലാം ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാൻ വേറൊന്നുകൂടെ പറയട്ടെ. കർണാടകയിലെ അങ്കോള ഷിരൂർ ഭാഗത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ മണ്ണിനടിയിൽ പെട്ടുപോയിട്ട് ദിവസം 15-16 കഴിയുന്നു. നമ്മൾ ആ വിഷയത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ജനശ്രദ്ധയെല്ലാം മാധ്യമശ്രദ്ധ മുഴുവൻ വയനാട്ടിലേക്കായി. അവിടെ അത് സംഭവിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു? ആരും അതിലോട്ട് തിരിയുന്നില്ല, ഒരു മാധ്യമങ്ങളും അതിലോട്ട് തിരിയുന്നില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHA അവിടെ റോഡ് വെട്ടിയപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, എന്ത് നടപടി സ്വീകരിക്കണമെന്ന് NHAക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചോ? അവിടുത്തെ സോയിലിനെ നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്തോ? അതിനെ ജിയോ ടെക്സ്റ്റൈൽസ് വെച്ച് അത് ചഴഞ്ഞിറങ്ങാതിരിക്കാൻ നിങ്ങളവിടെ ചെയ്തോ? റീറ്റെയിനിങ് വാൾ കിട്ടിയോ? അല്ലെങ്കിൽ കോൺക്രീറ്റ് പിന്നീട് മിശ്രിതം അതിനകത്ത് ഈ സോയിലിനകത്ത് പമ്പ് ചെയ്ത് കയറ്റി ആ സോയിലിനെ നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചോ? ഉത്തരമില്ല. അപ്പോൾ അവിടെ പിന്നീട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പബ്ലിഷ് ചെയ്ത മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ ചാൻസസ് ഉള്ള പശ്ചിമഘട്ടത്തിൽ ഈ പറയുന്ന അങ്കോള ഷിരൂർ ഭാഗം റെഡ് കളറിൽ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതലുണ്ടാകും. അപ്പോൾ അവിടെ എടുക്കേണ്ട റെമഡിയൽ മെഷേഴ്സ് നിങ്ങൾ എടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതെടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ്? അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരികൾ, അവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചോ? ഇല്ല. അതിൻ്റെ ഈ അപകടം വന്നപ്പോൾ എല്ലാവരും അതിലോട് ശ്രദ്ധിച്ചു. ആ ഒരു പാവപ്പെട്ട ജീവനെ രക്ഷിക്കണം, രക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അവിടെ മാധ്യമങ്ങൾ പോലും പോയി അത് ആ സിറ്റുവേഷൻ അവർക്കാവുന്ന തരത്തിൽ ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി. പക്ഷേ ഇതിൽ അങ്ങനെ വിഷയം തിരിയുമ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടില്ല. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ആരാ യഥാർത്ഥ പ്രതി? സർക്കാരാണ്. അവിടെ ഒരു മനുഷ്യജീവനില്ല, അവിടെ കുറേ അധികം ആൾക്കാർ മരിച്ചു. 12-13 പേര്. ഷിരൂരിലും വയനാട്ടിലും ഉണ്ടായത് പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തം, അതായത് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയും. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. ഇവിടെ ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ വനത്തിനകത്ത്, അതായത് നമ്മുടെ ഇതേപോലെ പിന്നീട് മലനിരകൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ ആൾക്കാർ വെട്ടിപ്പിടിച്ച് കയറുകയും അവർക്ക് കാലാകാലങ്ങളിൽ പട്ടയം കൊടുക്കുകയും അത് റെഗുലറൈസ് ചെയ്യുകയും അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഒരു നിസ്സാരം വോട്ട് ബാങ്കിന് വേണ്ടി, വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ പല സർക്കാരുകളും അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ദുരന്തഫലമാണ്. കേരളത്തിൻ്റെ പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിൻ്റെ മൊത്തം ഏരിയയിൽ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, അത് കഴിഞ്ഞിട്ട് മലനിരകൾ വന്ന് താഴോട്ട് വരുന്നു. ഏറ്റവും ഇടനാട്, മലനിരകൾ വന്ന് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് കേരളത്തിന് മാത്രം പറയാവുന്ന, വേറെ ഒരു സ്റ്റേറ്റിനും പറയാൻ ഒക്കില്ല. വളരെ പിന്നീട് വീതി കുറഞ്ഞ ഒരു സ്ട്രിപ്പാണ് കേരളം. പശ്ചിമഘട്ടത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് തീരപ്രദേശം വരെ വരും. തീരപ്രദേശത്തെ ആൾക്കാർ പോലും സുരക്ഷിതരാകുകയില്ല.